എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ രാവണൻ അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവിയെ മഹർഷിയുടെ മുന്നിലിട്ട് മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട മഹർഷി രാവണനെ, നിന്റെ ഭാര്യയെ നിന്റെ മുന്നിലിട്ട് വാനരന്മാർ ഉപദ്രവിക്കട്ടെ എന്ന് ശപിക്കുന്നു. ആ ശാപത്തിന്റെ ഫലമായാണ് രാവണന്റെ ഹോമം മുടക്കുന്നതിന് വേണ്ടി വാനരന്മാർ മണ്ഡോദരിയെ പീഡിപ്പിക്കുന്നത്. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചുടൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. അതായത് വാനരന്മാര് മണ്ഡോദരിയെ മുടിക്ക് പിടിച്ച് മണ്ണിലൂടെ വലിച്ചിഴച്ച് അവളുടെ മണ്ഡനങ്ങൾ, അതായത് ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് വസ്ത്രങ്ങളും വലിച്ച് അഴിച്ച് അവളെ പീഡിപ്പിക്കുന്നു. അവള് അപ്പോൾ പേടിച്ച് കരയുന്നു. ഇതാണ് ആ രംഗം. തന്നെ ഇത്തരത്തിലെ വാനരന്മാര് പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും ജീവിക്കാനുള്ള അതിമോഹം കൊണ്ടാണ് അവരെ തടയാത്തതെന്ന് മണ്ഡോദരി രാവണനെ ആരോപിക്കുന്നു. അങ്ങനെ രാവണന്റെ പ്രവൃത്തികളുടെ ഫലം, അതായത് ശാപ ഫലമായി നിരപരാധിയായ ഭാര്യ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനാണ് പറയണത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരുമെന്ന്. ആ നിരവധിയായ മണ്ഡോദരി എന്ന ഭാര്യ കൂടി ഈ രാവണൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എല്ലാവർക്കും നമസ്കാരം.